إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാൽ 176 അതിന്റെ അവസാനത്തെ വചനം നോക്കൂ നിങ്ങൾ, അതിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. കലാലത്ത്, അതായത് പിതാവും സന്താനങ്ങളുമില്ലാതെ മരണപ്പെടുന്ന വ്യക്തികളുടെ അവരുടെ അനന്തരാവകാശ നിയമമാണ് ഇതിൽ വിശദീകരിക്കുന്നത്. കലാലത്തിന്റെ നിയമം എന്ന് പറയും. വയസ്തഫ്തൂനക, നബിയെ താങ്കളോട് അവർ വിധി അന്വേഷിക്കുന്നു. കുൽ, നബിയെ താങ്കൾ പറയൂ, അല്ലാഹു യുഫ്തീകും ഫിൽ കലാല, കലാലത്തിന്റെ കാര്യത്തിൽ അല്ലാഹു നിങ്ങൾക്ക് വിധി പറഞ്ഞു തരികയാണ്. എനിമ്രുഹും, ഒരു വ്യക്തി ഹലക, അയാൾ മരണപ്പെട്ടു, ലൈസ ലഹു വലദുൻ, അദ്ദേഹത്തിന് സന്താനങ്ങളില്ലാതെ മരണപ്പെടുകയാണെങ്കിൽ, വലഹു, അദ്ദേഹത്തിനുണ്ട്, ഉഖ്തുൻ, ഒരു സഹോദരിയുണ്ട്, ഫലഹ നിസ്ഫു മാ തറക, ആ സഹോദരിക്ക് അദ്ദേഹം ഉപേക്ഷിച്ചതിന്റെ നേർ പകുതി ലഭിക്കുമെന്നാണല്ലോ പറയുന്നത്. വഹുവ യരിസുഹ, ഇനി ആ സഹോദരിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണെങ്കിൽ, വഹുവ, ആ സഹോദരൻ, യരിസുഹ, ആ സഹോദരിയെ അനന്തരമെടുക്കും. ഇല്ലം യകുൻ ലഹാ വലദുൻ, ആ സഹോദരിക്ക് സന്താനങ്ങളില്ലെങ്കിൽ ആ പൂർണ്ണമായ രൂപത്തിൽ ആ പൂർണ്ണമായ സ്വത്തും ആ സഹോദരന് ലഭിക്കുമെന്നാണ് പറഞ്ഞ ചുരുക്കം. ഫൈൻ കാനത, ഇനി അവർ ആകുകയാണെങ്കിൽ, ഇസ്നൈനി, രണ്ട് സഹോദരികളാകുകയാണെങ്കിൽ, ഫലഹുമ, അപ്പോൾ അവർക്കുണ്ട്, സുലുസാനി, മൂന്നിൽ രണ്ടുണ്ട്, മിമ്മാ തറക്ക, അവൻ ഉപേക്ഷിച്ചു പോയതിൽ നിന്നും മൂന്നിൽ രണ്ടവർക്ക്, ആ സഹോദരിമാർക്ക്, രണ്ട് സഹോദരിമാർക്ക് ലഭിക്കുമെന്നാണ്. വൈൻകാനു യഹ്വതുൻ, ഇനി ആണെങ്കിലോ, വൈൻകാനു, ഇനിയാണെങ്കിൽ, യഹ്വതൻ, സഹോദരന്മാർ, റിജാലം വനിസാൻ, അതായത് സഹോദരൻ, അത് പുരുഷനും സ്ത്രീയുമുള്ള സഹോദരങ്ങളാണ്, അവർ രണ്ടുപേരും കൂടിക്കലർന്ന രൂപത്തിലാണെങ്കിലോ, ഫലിദക്കരി, അപ്പോൾ ആണിനുണ്ട്, മിസ്ലു ഹദ്ദിൽ ഉൻസയൈനി, സ്ത്രീകളെ രണ്ടോഹരിക്ക് തുല്യമായതുണ്ട്, അതായത് മൂന്നിൽ രണ്ട് പുരുഷന് ലഭിക്കും, മൂന്നിലൊന്ന് സ്ത്രീകൾക്കും ലഭിക്കും. യുബയ്യിനുല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു വിശദീകരിച്ചു തരികയാണ്. അൻ തദില്ലു, നിങ്ങൾ പിഴച്ചു പോകുമെന്നതിനാൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിഴവ് പറ്റാതിരിക്കാൻ, പിഴക്കാതിരിക്കാനാണ് അല്ലാഹു ഈ രൂപത്തിൽ വിശദീകരിച്ചു തരുന്നത്. അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യവും അറിയുന്നവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഈ സൂറത്തിന്റെ പരിസമാപ്തിയും ഇവിടെ കുറിക്കുകയാണ്. ഈ കലാലത്തിന്റെ വിഷയം വളരെയധികം ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു മസലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് പഠിച്ചു മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.